മലയാളികൾക്കാകെ തീരാ നോവാവുന്നു അർജുൻ എന്തു സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയതിൻ്റെ ആശ്വാസത്തിലാണ് കുടുംബം. ചേർത്ത് പിടിച്ചവർക്ക് നിറകണ്ണുകളോടെ നന്ദി പറയുകയാണ് ആ മനുഷ്യർ. അർജുൻ എന്ന 30-കാരനായി ഒരു നാടും കേരളക്കരയും കാത്തിരുന്നത് നീണ്ട 72 ദിവസമാണ്. ആദ്യ നാളുകളിൽ ജീവനോടെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയായിരുന്നു കുടുംബത്തിന്. ആ പ്രതീക്ഷയും പതിയെ ഇല്ലാതായി. കാലാവസ്ഥ പ്രതികൂലമായതുൾപ്പെടെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് അർജുനെ കണ്ടെത്തിയപ്പോൾ തിരിച്ചു കിട്ടിയല്ലോ എന്ന ആശ്വാസം. എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അർജുൻ്റെ അടുത്ത് എത്തിപ്പെടാം. ഇനി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു, എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി. കുടുംബത്തിനൊപ്പം ഒറ്റക്കെട്ടായി നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരുപാട് പേരെ ഓർക്കാനുണ്ട്. അതായത് ആദ്യം മുതൽ ഇതുവരെ കൂടെ നിന്ന ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് പേര്. അതേമാതിരി നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. കൃഷ്ണ തകർന്നു പോയപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നൊരിതുണ്ടായിരുന്നു. അവർക്ക് ജോലി കൊടുത്ത നമ്മുടെ സർക്കാരിനോടും അതേമാതിരി ഡ്രഡ്ജിങ് സാധ്യമാക്കി അർജുനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോടും എല്ലാവരുടെ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. വീട്ടുവളപ്പിലാണ് അർജുന്റെ സംസ്കാര ചടങ്ങുകൾ. നാട്ടിലെ പരിപാടികളിൽ ഏറെ സജീവമായവൻ, ഒരു വീടിന് ആശ്രയമായവൻ. അവന് അന്ത്യയാത്ര നൽകാൻ നാട് തയ്യാറെടുക്കുകയാണ് കണ്ണീരോടെ. 24 കോഴിക്കോട്.